ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ജി എസ് ടിയുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ registration to person required to deduct tax at source or collect tax at source. അതായത് ഇനിയുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ടി ഡി എസ് പിടിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ടി സി എസ് കളക്ട് ചെയ്യുന്ന വ്യക്തികളും. നമുക്കറിയാം സാധാരണ രീതിയിൽ ടി ഡി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് അല്ലേ, ഏതൊരു വ്യക്തിക്ക് ഇൻകം, ഏത് ബിസിനസ്സുകാരനാണോ ഈ ഒരു വ്യക്തിക്ക് ഇൻകം കൊടുക്കുന്നത്, ആ ഇൻകം കൊടുക്കുന്ന വ്യക്തി, ഇൻകം ലഭിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് അയാളുടെ ഇൻകത്തിൽ നിന്ന് തന്നെ എന്താണ് കളക്ട് ചെയ്യുകയും അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് ടി ഡി എസ് പിടിക്കുന്ന വ്യക്തികൾ അല്ലേ. ആ രീതിയിലുള്ള വ്യക്തികൾക്ക് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഏജൻസീസ്, അതുപോലെ തന്നെ എന്താണ് ലോക്കൽ അതോറിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ രീതിയിലുള്ള വ്യക്തികളാണ് സാധാരണ രീതിയിൽ ടി ഡി എസ് കളക്ട് ചെയ്യാറുള്ളത് ജി എസ് ടിയുടെ അകത്ത്. അവർ ഈ രീതിയിലുള്ള ലോക്കൽ അതോറിറ്റീസിൽ നിന്നായിക്കോട്ടെ, അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിയിൽ നിന്നായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ ബില്ല് മാറാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ബില്ല് എമൗണ്ടിൽ നിന്നും ഈ തരത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികൾ 2% ടി ഡി എസ് കളക്ട് ചെയ്യും. 2% എന്ത് കളക്ട് ചെയ്യും, ടി ഡി എസ് കളക്ട് ചെയ്യും. 1% എന്ന് പറയുന്നത് സി ജി എസ് ടി ആയിട്ടും ബാക്കി റിമൈനിങ് 1% എസ് ജി എസ് ടി ആയിട്ടായിരിക്കും ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഈ തരത്തിലുള്ള ഏജൻസികൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക്, ഈ രീതിയിലുള്ള വ്യക്തികൾക്കും, അതുപോലെ തന്നെ എന്താണ് ടി സി എസ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റഡ് ആണ് സാധാരണ രീതിയിൽ ജി എസ് ടിയുടെ അകത്ത് ടാക്സ് കളക്ട് ചെയ്യുന്നത് സോഴ്സിൽ നിന്നും. അവർ ഏതെങ്കിലും രീതിയിൽ ഇൻകം സപ്ലൈ ചെയ്യുമ്പോൾ ആ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 1% ടി സി എസ് ടാക്സ് കളക്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് 0.5% സി ജി എസ് ടിയും 0.5% എസ് ജി എസ് ടിയും ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ടി ഡി എസ് കളക്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസീസും അതുപോലെ തന്നെ ടി സി എസ് കളക്ട് ചെയ്യുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് പറയുന്നത്. ടി ഡി എസ് കളക്ട് ചെയ്യുന്നത് സെക്ഷൻ 51 പ്രകാരവും ടി സി എസ് കളക്ട് ചെയ്യുന്നത് സെക്ഷൻ 52 പ്രകാരവുമാണ്. ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ അവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എന്ത് ചെയ്യണം, എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ടാക്സ് എമൗണ്ട് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ടി ഡി എസും ടി സി എസും ജി എസ് ടി എടുത്ത് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ രീതിയിലുള്ള ഏജൻസികൾ ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിന്റെ പേരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ 07 എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ എല്ലാ ബിസിനസ്സുകാരും കൊടുക്കുന്ന രീതിയിൽ ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പൂരിപ്പിച്ച് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ആരും ഫയൽ ചെയ്യണം. ഈ രീതിയിലുള്ള ടി ഡി എസും ടി സി എസും കളക്ട് ചെയ്യുന്ന ആളുകളും ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി ഓൺലൈൻ മുഖേന ഇലക്ട്രോണിക്കലി വെരിഫിക്കേഷൻ കോഡിന്റെ സഹായത്തോടു കൂടി വെരിഫൈ ചെയ്ത് ഫോം ജി എസ് ടി 07 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഖേന ഒന്നെങ്കിൽ ഓൺലൈൻ പോർട്ടലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ആ ടാക്സ് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ടാക്സ് കമ്മീഷണറുടെ മുമ്പാകെയോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെങ്കിൽ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ടി ഡി എസും ടി സി എസും കളക്ട് ചെയ്യുന്ന ബിസിനസ്സുകാർ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻസും കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് നൽകുന്നു, ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഇഷ്യൂ ചെയ്യുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ 06 എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ എല്ലാ ബിസിനസ്സുകാർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഫോം വഴിയാണ്, ഫോം ജി എസ് ടി 6 വഴിയാണ്. ഓക്കെ, അപ്പോൾ ടി ഡി എസ് കളക്ട് ചെയ്യുന്ന ബിസിനസ്സുകാരായിക്കോട്ടെ, ടി സി എസ് കളക്ട് ചെയ്യുന്ന ബിസിനസ്സുകാരായിക്കോട്ടെ, അവർ എന്താണ് ജി എസ് ടി 7 ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 07 ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ വഴി പൂരിപ്പിച്ച് കൊടുത്ത് ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആണെന്ന് ഈ പ്രോപ്പർ ഓഫീസ് പരിശോധിക്കുകയും 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്താണ് ഇവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇവർ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ആണെങ്കിൽ അതിനുവേണ്ടി ഇവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നൽകിക്കൊണ്ടുള്ള ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 06 എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ജി എസ് ടി രജിസ്ട്രേഷൻ ഇവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ രീതിയിൽ ജി എസ് ടി രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂൾസ് പ്രകാരമോ ഈ രീതിയിൽ ടി ഡി എസ് കളക്ട് ചെയ്യുന്ന സെക്ഷൻ 51 പ്രകാരം ടി ഡി എസ് കളക്ട് ചെയ്യുന്ന വ്യക്തികളും അതുപോലെ തന്നെ സെക്ഷൻ 52 പ്രകാരം ടി സി എസ് കളക്ട് ചെയ്യുന്ന വ്യക്തികളും അവർ സോഴ്സിൽ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല എങ്കിലോ അല്ലെങ്കിൽ ടി സി എസ് അവർ സോഴ്സിൽ നിന്നും ടാക്സ് ഡിഡക്ട് ചെയ്യുന്നില്ല എങ്കിലോ അല്ലെങ്കിൽ സോഴ്സിൽ നിന്നും
ടാക്സ് കളക്ട് ചെയ്യുന്നില്ല എങ്കിലോ ഇവരുടെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള പ്രോപ്പർ ഓഫീസർ ഈ രീതിയിലുള്ള ബിസിനസ്സുകാരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഓൺലൈൻ വഴി ഇവരെ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, സാധാരണ രീതിയിൽ ഇങ്ങനെ ഇവരുടെ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുന്നോ, സാധാരണ രീതിയിൽ ഏത് ബിസിനസ്സുകാരൻ രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസൽ ആകുന്നോ ആ രീതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൂളും എന്താണ് ഈ TDS അതുപോലെ തന്നെ TCS ബിസിനസ്സുകാരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുമ്പോഴും ബാധകമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തിയാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. രജിസ്ട്രേഷൻ ടു പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ സർവീസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ വെളിയിൽ നിന്നും ഇന്ത്യയിലേക്ക് സേവനങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ വിവരങ്ങളും നൽകുന്ന ബിസിനസ്സുകാർ അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്ത് ചെയ്യണം, അവർ മസ്റ്റായിട്ടും ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് ഓൺലൈൻ മുഖേന സേവനങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും നൽകുന്നുണ്ട് എങ്കിൽ അവർ മസ്റ്റായിട്ടും ഇന്ത്യയിൽ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. അവർ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഇവരിൽ നിന്നും ഈ ഇന്ത്യക്ക് വെളിയിലുള്ള പാർട്ടീസിൽ നിന്നും ഇന്ത്യയിൽ സേവനങ്ങൾ സ്വീകരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തി മുഖേന ഈ ഇന്ത്യയുടെ വെളിയിൽ നിന്നും സേവനങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ വിവരങ്ങളും നൽകുന്ന വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ വെളിയിലുള്ള ഒരു പാർട്ടി അവർ ഇന്ത്യയിലേക്ക് ഓൺലൈൻ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ സേവനങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കുന്ന ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനായിരിക്കും. ഓക്കെ, അവരുടെ സഹായത്തോടു കൂടി ഈ രീതിയിലുള്ള പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇന്ത്യയിൽ GST രജിസ്ട്രേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഫോം GST രജിസ്ട്രേഷൻ 10 ആണ്. ഓക്കെ, സാധാരണ രീതിയിൽ കോമൺ പോർട്ടലിൽ അത് അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള വ്യക്തികളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് GST രജിസ്ട്രേഷന് വേണ്ടി ഫോം GST രജിസ്ട്രേഷൻ 10 പൂരിപ്പിച്ച് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഒരു ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ എടുക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇവരും ഓൺലൈൻ മുഖേന ഓൺലൈൻ മുഖേന എന്താണ് ഈ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്താണ് ഓൺലൈൻ മുഖേന അപ്ലോഡ് ചെയ്യണം. പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം ഏതായിരിക്കും, ഫോം GST രജിസ്ട്രേഷൻ 10 പ്രകാരമായിരിക്കും ഇവർ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കുകയും അതുപോലെ തന്നെ അത് കറക്റ്റ് ആണ് എങ്കിൽ അതുമായി GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അവർ ഇഷ്യൂ ഓഫ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം GST രജിസ്ട്രേഷൻ 06 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി മറ്റൊരു രീതിയിലുള്ള രജിസ്ട്രേഷനാണ് സ്യൂമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ കുറച്ച് പാർട്ടീസിൻ്റെ കോഷ്യൽ ടാക്സ് പേഴ്സൻ്റെ കാര്യത്തിൽ പഠിച്ചു, നോർമൽ പേഴ്സൻ്റെ കാര്യത്തിൽ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത് പഠിച്ചു. TDS അതുപോലെ TCS രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ എങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിൽ പുറം രാജ്യങ്ങളിൽ നിന്നും വിവരങ്ങൾ ഓൺലൈൻ മുഖേന സേവനങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഇന്ത്യയിലേക്ക് സെയിൽ ചെയ്യുന്ന ബിസിനസ്സുകാർ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണമെന്നൊക്കെ പഠിച്ചു. ഓക്കെ, ഈ രീതിയിലുള്ള ബിസിനസ്സുകാരൊക്കെ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അവർ സാധാരണ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ടെമ്പററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കാൻ സഹായിക്കുന്ന GSTയിലെ ഒരു റൂളാണ് റൂൾ 16 സ്യൂമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മുകളിൽ സാധാരണ രീതിയിൽ എല്ലാവരും ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ മുഖേന അവർ GST ഫോം രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി GST ഫോം രജിസ്ട്രേഷൻ 01 അതിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും അതുപോലെ തന്നെ ഇവർ ഓരോ ബിസിനസ്സുകാരുടെ സ്വഭാവം അനുസരിച്ച് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിലുള്ള സർവേയുടെ, എൻക്വയറിയുടെ, ഇൻസ്പെക്ഷൻ്റെ, സെർച്ചിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഇവരുടെ GST രജിസ്ട്രേഷൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ ടാക്സിബിൾ സപ്ലൈ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് ടെമ്പററി ആയിട്ട് രജിസ്ട്രേഷൻ നൽകാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതിനെയാണ് സ്യൂമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള പാർട്ടീസിന് വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാം. അതിനുവേണ്ടി ഈ രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള GST രജിസ്ട്രേഷൻ പരാജയപ്പെട്ട ബിസിനസ്സുകാർ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 12 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പൂരിപ്പിച്ച് കൊടുത്ത് അവർക്ക് GST രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സാധാരണ രീതിയിലുള്ള ബിസിനസ്സുകാർ എങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ടാക്സ് പേ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഇവർ എന്ത് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേണും അതുപോലെ തന്നെ എന്താണ്
ടാക്സ് റിപ്പോർട്ട്സും ഫയൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് വേണമെങ്കിൽ, അതായത് ഈ രീതിയിൽ ടെമ്പററി രജിസ്ട്രേഷൻ ലഭിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ രീതിയിൽ ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടുന്ന സിമോട്ടോ രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാർക്ക് വേണമെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കണം. അവർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ശരിയായ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പീൽ സിമോട്ടോ രജിസ്ട്രേഷൻ എടുത്ത് അവർക്ക് താൽക്കാലികമായിട്ട് അനുവദിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെതിരായിട്ട് എന്താണ് ഇവർക്ക് സ്ഥിരമായിട്ട് രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പീൽ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള GST രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ ഫയൽ ചെയ്യുന്ന അപ്പീൽ GST രജിസ്ട്രേഷൻ അതോറിറ്റി പരിശോധിക്കുകയും ഇവർക്ക് GST രജിസ്ട്രേഷൻ കിട്ടാൻ അർഹതയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരുടെ ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ഒരു ഓർഡർ പാസ്സാക്കുന്നു. ഓക്കെ, ഇവർക്ക് സാധാരണ രീതിയിൽ ടെമ്പററി രജിസ്ട്രേഷൻ അല്ല പെർമനന്റ് രജിസ്ട്രേഷൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓർഡർ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? സാധാരണ വ്യക്തികൾ ഈ ഓർഡർ, അതായത് ഇവർക്ക് ടെമ്പററി അല്ല താൽക്കാലിക സ്ഥിരമായുള്ള GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ രജിസ്ട്രേഷൻ അനുവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഇവരെന്ത് ചെയ്യണം? അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിൽ അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏത് ആപ്ലിക്കേഷൻ ഫോം ആണോ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി ഇവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ അവർ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ GST രജിസ്ട്രേഷൻ എടുക്കുന്ന പുതിയ വ്യക്തികൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നൽകണമോ ആ രീതിയിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ഡോക്യുമെൻറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഈ രീതിയിൽ അപ്പീൽ കൊടുത്ത് പെർമനന്റ് രജിസ്ട്രേഷൻ നേടുന്ന ബിസിനസ്സുകാരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ രജിസ്ട്രേഷൻ നേടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്പർ അഥവാ GST നമ്പർ കിട്ടുന്നു. പിന്നെ സാധാരണ രീതിയിൽ അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേണും അതുപോലെ തന്നെ ടാക്സ് പരമായ കാര്യങ്ങളൊക്കെ ടാക്സൊക്കെ പേ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് അസൈൻഡ് ഓഫ് യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ ഓഫ് സ്പെഷ്യൽ എൻറ്റിറ്റീസ്. അതായത് ഇനി ചില സ്പെഷ്യൽ ബിസിനസ്സുകാരുടെ കാര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള GSTയുടെ അകത്ത് ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 13 എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 25 ക്ലൗസ് 9 പ്രകാരമാണ് ഇവരെന്ത് ചെയ്യേണ്ടത്? ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള സ്പെഷ്യൽ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതായത് ഗവൺമെൻറ് പറഞ്ഞേക്കുവാണ് ഈ രീതിയിലുള്ള ബിസിനസ്സുകാരാണ്, ഈ രീതിയിലുള്ള ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്? രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഫോം GST രജിസ്ട്രേഷൻ 13 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ്. അത് നമ്മുടെ GST ആക്ട് സെക്ഷൻ 25 ക്ലൗസ് 9 പ്രകാരമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. സാധാരണ രീതിയിൽ ഈ ബിസിനസ് സ്ഥാപനം, ഈ സ്പെഷ്യൽ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് മൊത്തം ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു ഓൺലൈൻ മുഖേന ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി ഇവർ അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അത് പരിശോധിക്കുകയും അവർക്ക് എന്താണ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം GST രജിസ്ട്രേഷൻ 06 ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ. ഓക്കെ, അത് സ്പെഷ്യൽ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ബിസിനസ്സുകാർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട GST രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമാണ് ഫോം GST രജിസ്ട്രേഷൻ 13 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പല രീതിയിലുള്ള ബിസിനസ്സുകാരുണ്ട്. പല രീതിയിൽ GST ആപ്ലിക്കേഷൻ ഫോം, പല ആപ്ലിക്കേഷൻ ഫോംസ് പൂരിപ്പിച്ച് കൊടുത്ത് അവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് GST ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്ത് GST നമ്പർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി. ഓക്കെ, GST രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ GST സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് കാണും അവരുടെ ബിസിനസ്സിൻ്റെ GST നമ്പറും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ടൈപ്പും. അവർ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെയിം ബോർഡിലും അതുപോലെ തന്നെ ഇൻവോയ്സിലും ആ ബിസിനസ് സ്ഥാപനം എവിടെയൊക്കെ ഉണ്ടോ ആ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ GST നമ്പർ മസ്റ്റായിട്ടും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് റൂൾ 18 പ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ GSTയുടെ അകത്ത് റൂൾ 18 പ്രകാരം GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ GST നമ്പറും കൃത്യമായിട്ട് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഇൻവോയ്സ്, അവരുടെ നെയിം ബോർഡ്, അവരുടെ ബിസിനസ്സിൻ്റെ എവിടെയൊക്കെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ബ്രാഞ്ചസ് ഉണ്ടോ, അതായത് GST ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ സെയിം ഒറ്റ രജിസ്ട്രേഷൻ
എടുത്തിട്ടുള്ളൂ എങ്കിൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ ബ്രാഞ്ച് ഓഫീസിലും എല്ലാ ബ്രാഞ്ചിലും അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ നെയിം ബോർഡിലും ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, അവരുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ GST നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ്, അഥവാ സെക്ഷൻ 28. എന്തിനാണ് GSTയുടെ അകത്ത് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ക്ലൗസ് ആഡ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം GST രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ GST രജിസ്ട്രേഷൻ സൈറ്റിൽ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധന ശേഷം മാത്രമേ GST രജിസ്ട്രേഷൻ അതോറിറ്റി അവർക്ക് GST രജിസ്ട്രേഷൻ നൽകുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ അവർ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ രജിസ്ട്രേഷൻ പുതിയ രീതിയിൽ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിലവിൽ നൽകിയിരിക്കുന്ന രജിസ്ട്രേഷൻ നിലവിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് പേഴ്സൺ ഹൂം യൂണിക് ഐഡന്റിറ്റി നമ്പർ ഹാസ് ബീൻ അസൈൻഡ് ഷാൽ ഇൻഫോം ദ പ്രോപ്പർ ഓഫീസർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദി ഇൻഫർമേഷൻ ഫർണിഷ്ഡ് റിക്വയറിംഗ് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങളിൽ ഭേദഗതി വരുത്താൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങളിലെ മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന പ്രോപ്പർ അതോറിറ്റി ആകാം അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ ആകാം, അദ്ദേഹത്തിനുള്ളിൽ കൃത്യമായ സമയത്തിനുള്ളിൽ ഏതൊക്കെ അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏതൊക്കെ വിവരങ്ങളിലാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഏതൊക്കെ വിവരങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള GST രജിസ്ട്രേഷനിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് പ്രോപ്പർ ഓഫീസർ അത് അപ്രൂവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രോപ്പർ ഓഫീസർ മേ അപ്രൂവ് റിജക്ട് amendment in the registration particular within prescribed period. However, the proper officer shall not reject the application for amendment in the registration of particulars without giving a person opportunity being heard. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഈ പ്രോപ്പർ ഓഫീസറുടെ മുമ്പിൽ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം വേണമെങ്കിൽ ആർക്ക് നിരസിക്കാം, വേണമെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് നിരസിക്കാം. അല്ല എങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ആകാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ ആ പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് ഒന്നോടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. ഇത് പ്രോപ്പർ ഓഫീസറുടെ മുമ്പിൽ വരുന്നു. അദ്ദേഹം ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷനെ ക്യാൻസലായി പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടതെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ പ്രോപ്പർ ഓഫീസർ ഈ അമെൻമെൻറ്റ് റിജക്റ്റ് ചെയ്യും. എന്നാൽ ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുത്തിരുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമെൻമെൻറ്റ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തെന്നും വരാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ GST രജിസ്ട്രേഷൻ അതോറിറ്റി ഈ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. അത് പ്രോപ്പർ ഓഫീസർ അത് പരിശോധിച്ചിട്ട് ആ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. അത് ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിലെ മാറ്റങ്ങൾ അമെൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ SGST ആക്ട് പ്രകാരമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ UTGST ആക്ട് പ്രകാരമാകാം. ഓക്കെ, ഏത് ആക്ട് പ്രകാരമാണോ ഈ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ
പുതിയ മാറ്റങ്ങൾ അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അത് ഏത് ആക്ടിൻ്റെ കീഴിലാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ SGST ആക്ട് പ്രകാരമാകാം. അപ്പോൾ SGST ആക്ട് പ്രകാരമാണ് ഇദ്ദേഹം ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെങ്കിൽ ഈ മാറ്റങ്ങൾ ബാക്കിയുള്ള എല്ലാ ആക്ടുകളും സ്വയമേ അംഗീകരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, അങ്ങനെ ഒരു റൂൾ ഉണ്ട് നമുക്ക് നമ്മുടെ GSTയുടെ അകത്ത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം അയാളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഒന്ന് അമെൻമെൻറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാ ആക്ടുകളും സ്വാഭാവികമായിട്ടും ഈ ഒരു അമെൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊള്ളും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ഗ്യാരണ്ടിങ് രജിസ്ട്രേഷൻ ഇഫ് ദെയർ ഇസ് എനി ചേഞ്ചസ് ഇൻ ദി പർട്ടിക്കുലർ ഫർണിഷിംഗ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ അപ്ലൈ ഫോർ അമെൻഡ്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ within a period of 15 days of such change. The application for amendment should be submitted electronically in form GST registration 14 along with the document relating to such changes at the common portal. അതായത് ഏത് ബിസിനസ്സുകാരനാണോ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്, ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നൽകണം. ഞാൻ ആ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുമ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങളുണ്ട്, എനിക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ എൻ്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഉള്ള വിവരങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടുകൊണ്ട് പുതിയ വിവരങ്ങൾ എൻ്റെ രജിസ്ട്രേഷൻ സൈറ്റിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ GST അന്ന് തൊട്ട് 15 ഡേയ്സിനുള്ളിലായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ വിവരങ്ങൾ നൽകാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം ഇദ്ദേഹം പൂരിപ്പിച്ച് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ്, ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 14 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഏതൊക്കെ വിവരങ്ങൾക്കാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വിവരങ്ങളാണ് ഭേദഗതി വരുത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതി വരുത്തുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എന്ത് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ ഓൺലൈനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർ ഓഫീസർ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയതിൽ നിന്നും ഇദ്ദേഹം പുതിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാണോ എന്നൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ ഈ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി പഴയ വിവരങ്ങളിൽ നിന്നും ഉള്ള പുതിയ ഭേദഗതി വിവരങ്ങൾ നമ്മുടെ GST രജിസ്ട്രേഷൻ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻ നോർമൽ കേസസ് ദ പ്രോപ്പർ ഓഫീസർ ഷാൽ അപ്രൂവ് ദ അമെൻമെൻറ്റ് വിത്തിൻ എ പീരിയഡ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അതായത് സാധാരണ രീതിയിൽ GST രജിസ്ട്രേഷൻ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മുടെ GST രജിസ്റ്റേർഡ് അതോറിറ്റി ഏത് ബിസിനസ്സുകാരനാണോ അയാളുടെ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം GST രജിസ്ട്രേഷൻ 14 സബ്മിറ്റ് ചെയ്യുന്നത്, അത് സാധാരണ രീതിയിൽ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാത്ത ഒരു സന്ദർഭമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർ ഇദ്ദേഹം ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പുതിയ വിവരങ്ങൾ അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച ശേഷം 15 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫോമിന് അപ്രൂവൽ നൽകും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിൻ്റെ പഴയ വിവരങ്ങളൊക്കെ മാറി GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന പഴയ വിവരങ്ങളൊക്കെ മാറി പുതിയ വിവരങ്ങളോടുകൂടി ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഇദ്ദേഹത്തിന് പുതുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇഫ് ദ ചേഞ്ചസ് നോട്ട് വാറന്റ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 29 ദ പ്രോപ്പർ ഓഫീസർ ഷാൽ ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ അപ്രൂവ് ദ ആപ്ലിക്കേഷൻ ഫോർ ചേഞ്ച് ഫോം രജിസ്ട്രേഷൻ 14 ആൻഡ് ഇഷ്യൂ ആൻ ഓർഡർ in form GST registration 15 electronically. Such amendment shall take effect from the date of occurrence of the event warranting the amendment the following some such situations. അതായത് ഇതുമായി ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോം GST രജിസ്ട്രേഷൻ 14 അതുമായി GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ അതോറിറ്റി
ഇത് കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ഇദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അത് ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ GST രജിസ്ട്രേഷൻ തന്നെ ക്യാൻസലായി പോകുന്ന കാര്യങ്ങളിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അല്ല എങ്കിൽ പ്രോപ്പർ അതോറിറ്റി കൃത്യമായ രീതിയിൽ ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പുതിയ മാറ്റങ്ങളോടുകൂടി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ഫോം GST രജിസ്ട്രേഷൻ 14 എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന സമയത്ത് വിവരങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അമെൻമെൻറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു ഓർഡർ പാസ്സാക്കുകയും ചെയ്യുന്നു. ആ ഓർഡർ എന്ന് പറയുന്ന ഫോം GST രജിസ്ട്രേഷൻ 15 ആണ്. ഇത് സാധാരണ രീതിയിൽ GST രജിസ്ട്രേഷൻ അതോറിറ്റി ഈ രീതിയിലുള്ള ഒരു ഓർഡർ പാസ്സാക്കണമെങ്കിൽ ഓർഡർ പാസ്സാക്കണമെങ്കിൽ ഈ ബന്ധപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന രജിസ്ട്രേഷൻ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാത്ത സന്ദർഭങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫോം ആക്സെപ്റ്റ് ചെയ്യുകയും ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ GST രജിസ്ട്രേഷൻ അതോറിറ്റി ആ പാർട്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി. ഇനി ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 29 പ്രകാരമാണ്. ഓക്കെ, ചില സന്ദർഭങ്ങളിലൊക്കെ ആണെങ്കിൽ ഇദ്ദേഹം ഈ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ചിലപ്പോൾ പുതിയ വിവരങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് പുതിയ മാറ്റങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസലായി പോകും. അത് സെക്ഷൻ 29 പ്രകാരമാകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പ്രോപ്പർ അതോറിറ്റി എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഈ അമെൻമെൻറ്റിനെ ക്യാൻസൽ ചെയ്ത് കളയാനും അല്ല എങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അതനുസരിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ക്യാൻസലായി പോകുന്നില്ല. ഇദ്ദേഹം രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാതെ തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ചില വിവരങ്ങളിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ചില രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാത്ത ചില വിവരങ്ങളിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെങ്കിൽ നോർമൽ എന്ത് ചെയ്യും, ഈ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, ഇത് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഈ അമെൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ പാസ്സാക്കുകയും ചെയ്യും. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ രീതിയിലുള്ള ഒരു ഓർഡർ പാസ്സാക്കുന്നത്, അതായത് GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാൻ സാധ്യതയില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്, അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാരന് അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെ തിരുത്താം അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാകാതെ, ആ കാര്യങ്ങളാണ് താഴേക്ക് വരുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ നെയിം വേണമെങ്കിൽ തിരുത്താം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ എന്താകുന്നില്ല, ക്യാൻസലായി പോകുന്നില്ല. അതുപോലെ തന്നെ ചേഞ്ച് ദ അഡ്രസ് ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അതായത് ഇപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എവിടെയാണോ ഇരിക്കുന്നത്, ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റി അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാറ്റിയെങ്കിൽ ആ അഡ്രസ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന അഡ്രസ്സ് വേറെയാണ്. പക്ഷേ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം അവിടെ നിന്ന് മാറ്റി വേറെ ലൊക്കേഷനിലേക്ക് മാറ്റിയെങ്കിൽ ആ അഡ്രസ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നിലധികം സ്ഥലത്തുകൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം എക്സ്പാൻഡായി അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് അമെൻമെൻറ്റ് വഴി ഇദ്ദേഹത്തിന് പുതുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ അഡീഷൻ, ഡിലീഷൻ ആൻഡ് ദ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ ഓഫ് ഡയറക്ടേഴ്സ്, കർത്ത ഓർ അതർ മെമ്പർ റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്. ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചിലപ്പോൾ പാർട്ണർമാരായിരിക്കില്ല ചിലപ്പോൾ പിന്നീട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തെ സമയത്ത് മെമ്പേഴ്സൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ GST ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി വഹിച്ചുകൊണ്ടിരുന്നത് ഒരു അക്കൗണ്ട് എന്ന് കരുതുക. ഓക്കെ, ഇദ്ദേഹം GST രജിസ്ട്രേഷനൊക്കെ എടുത്തു, രജിസ്ട്രേഷൻ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അക്കൗണ്ട് അങ്ങ് റിസൈൻ ചെയ്തു ജോലി. അപ്പോൾ ആ സ്ഥാനത്ത് പുതിയൊരു അക്കൗണ്ട് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഈ ബിസിനസ്സുകാരൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും അതുപോലെ തന്നെ GST ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസിബിലിറ്റി ഈ ഒരു അക്കൗണ്ടിൻ്റെ ചുമതലയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് അമെൻമെൻറ്റ് വഴി
തിരുത്താമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും എന്താണ് ഇദ്ദേഹം മാറുന്നത് വഴി ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ സെക്ഷൻ 29 പ്രകാരം ക്യാൻസലായി പോകുന്നില്ല. സോ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർ ബിസിനസ് അതോറിറ്റി അത് പരിശോധിക്കുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഫോം GST രജിസ്ട്രേഷൻ 14 അകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അമെൻമെൻറ്റ് നമ്മുടെ GST രജിസ്ട്രേഷൻ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, ദ ചേഞ്ചസ് ഓഫ് എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൽ ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ രജിസ്ട്രേഷൻ ഒബ്റ്റൈൻഡ് ഇൻ ദ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഓക്കെ, അതായത് ഒരു പാൻ കാർഡ് അക്കൗണ്ട് നമ്പറിൻ്റെ കീഴിലുള്ള എല്ലാ രജിസ്ട്രേഷനുകൾക്കും ഏതെങ്കിലും സംസ്ഥാന അല്ല എങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ മാറ്റമെന്ന് പറയുന്നത് വളരെയധികം ബാധകമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അമെൻമെൻറ്റ് നടത്തുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ്റെ, ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബിസിനസ് സ്ഥാപനം ഇപ്പോൾ ഞാൻ കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് നേടിയേക്കുന്നത്, GST രജിസ്ട്രേഷൻ നേടിയേക്കുന്നത്. ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനം തമിഴ്നാട്ടിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ആ പെർമനന്റ് അക്കൗണ്ട് നമ്പർ വഴി ഞാൻ നേടിയിരിക്കുന്ന രജിസ്ട്രേഷനിൽ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നു അല്ലേ. ഓക്കെ, ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് നമ്മുടെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റിനും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി മേഖലയ്ക്കും ബാധകമാണെന്ന്, അല്ലെങ്കിൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി മേഖലയിലോ മാറ്റങ്ങൾ വരുത്താൻ പറ്റും സെയിം പാൻ കാർഡ് അക്കൗണ്ട് നമ്പറിൻ്റെ കീഴിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അമെൻമെൻറ്റ് വഴി ഒരു പാൻ കാർഡ് ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പറിൽ എടുത്തിരിക്കുന്ന രജിസ്ട്രേഷന് അമെൻമെൻറ്റ് വഴിയായിട്ട് എന്താണ് ഒന്നിലധികം സ്റ്റേറ്റിലേക്ക് മാറി രജിസ്ട്രേഷനൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പഴയ രജിസ്ട്രേഷൻ ക്യാൻസലായി പോവുകയും ഇദ്ദേഹം എന്താണ് പുതിയ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ പാൻ അക്കൗണ്ട് നമ്പറിൽ എന്ത് ചെയ്യുന്നു, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ GST രജിസ്ട്രേഷനൊക്കെ എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താണ് തമിഴ്നാട്ടിലേക്ക് മാറ്റി. അപ്പോൾ എന്താണ് ഞാൻ ആ ബിസിനസ് സ്ഥാപനം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്, കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലായിരിക്കണേ. അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തുണ്ടാക്കണം, എൻ്റെ കേരളത്തിൽ നിന്നുള്ള രജിസ്ട്രേഷൻ മാറ്റി തമിഴ്നാട്ടിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം വേണ്ടേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ GST നമ്പറിൽ വ്യത്യാസം വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റും അല്ലെങ്കിൽ മാറ്റാൻ പറ്റും, അമെൻമെൻറ്റ് ചെയ്താൽ മതി എൻ്റെ രജിസ്ട്രേഷന് വേണ്ടി. പക്ഷേ ഞാൻ ഇത് എൻ്റെ നിലവിലെ GST ഫോം 14 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം മുഖേന എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചുകൊണ്ട് എൻ്റെ മാറ്റങ്ങളെ, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഫോം GST രജിസ്ട്രേഷൻ 01 ആണ്. അതായത് ഞാൻ എന്താണ് ഫ്രഷായിട്ട് വേണം എന്തെടുക്കാൻ, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ സെയിം പാൻ അക്കൗണ്ട് നമ്പറിൽ. അപ്പോൾ ഞാൻ കാരണം കേരളത്തിലെ ബിസിനസ്സുകാരനായ ഞാൻ എൻ്റെ കേരളത്തിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് എന്തെടുക്കുന്നത്, ഞാൻ തമിഴ്നാട്ടിൽ പുതിയ സ്റ്റേറ്റിൽ സെയിം പാൻ അക്കൗണ്ട് നമ്പറിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ പഴയ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുകയും അതുപോലെ തന്നെ എന്താണ് എനിക്ക് പുതിയ രജിസ്ട്രേഷൻ തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റേറ്റിലേക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ് അല്ല, പിന്നീട് സ്റ്റേറ്റ് മാറ്റുകയാണെങ്കിൽ, വേറെ സ്റ്റേറ്റിലേക്ക് അയാളുടെ ബിസിനസ് സ്ഥാപനം മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ എൻ്റെ GST രജിസ്ട്രേഷൻ സെക്ഷൻ 29 പ്രകാരം ക്യാൻസൽ ആവുകയും അദ്ദേഹത്തിന് പുതിയൊരു GST രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ടാകുന്നതാണ്, ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ എന്താണ് ജസ്റ്റ് സ്റ്റേറ്റ് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അതും ഒരു രീതിയിലുള്ള ഒരു അമെൻമെൻറ്റ് തന്നെയാണ് അല്ലേ. GST രജിസ്ട്രേഷൻ ഉണ്ടാകുന്നൊരു പാർട്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിൽ നിന്ന് മറ്റൊരു യൂണിയൻ ടെറിട്ടറി മേഖലയിലേക്ക് മാറ്റിയപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് GST രജിസ്ട്രേഷനിൽ ഒരു അമെൻമെൻറ്റ് സംഭവിച്ചു, സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമെൻമെൻറ്റ് സംഭവിച്ചു. പക്ഷേ എന്താണ് ഇദ്ദേഹം അതിന് പൂരിപ്പിച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഏതാണ്, ഫോം GST രജിസ്ട്രേഷൻ 14 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമല്ല. ഫ്രഷായിട്ട് എങ്ങനെയാണോ ഇദ്ദേഹം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് ഏത് ആപ്ലിക്കേഷൻ ഫോമാണോ പൂരിപ്പിച്ച് കൊടുത്തത് അത് സെയിം ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇദ്ദേഹം പൂരിപ്പിച്ച്
കൊടുക്കേണ്ടത്. അതായത് ഫോം GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് കിട്ടും? ഇദ്ദേഹത്തിന് ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് എന്നുള്ളത് മാറി, നിലവിലത്തെ സ്റ്റേറ്റ് മാറി, കേരളം എന്നുള്ളത് മാറി എന്ത് കിട്ടും? തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് വഴി പുതിയൊരു GST രജിസ്ട്രേഷൻ ലഭിക്കുകയും ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ഭേദഗതി വരികയും ചെയ്യും. പുതിയ മാറ്റങ്ങളോടുകൂടി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനും അതുപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ട റിട്ടേൺസ് ഫയൽ ചെയ്യുവാനും സാധിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേറെ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ബിസിനസ് റിസൾട്ട് ഇൻ ദ ചേഞ്ചസ് ഓഫ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, മെർജർ ഓഫ് കമ്പനീസ്, എ ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് GST രജിസ്ട്രേഷൻ 01. ഇത് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ തന്നെയാണ്. അതായത് ഒന്നിലധികമോ കമ്പനികൾ അതിൻ്റെ ഭരണഘടന മാറ്റി അവർ കൂടിച്ചേർന്ന ഒരൊറ്റ കമ്പനിയായി ആവുകയാണ് എങ്കിൽ കൂടിച്ചേർന്ന ഒരൊറ്റ കമ്പനി ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ രീതിയിലുള്ള രണ്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? പുതുക്കേണ്ടതായിട്ട് വരും. ഈ രണ്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും രജിസ്ട്രേഷൻ എന്തായി പോകും? ക്യാൻസലായി പോകും അല്ലേ? ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി, എനിക്ക് കേരളത്തിലൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. കേരളത്തിൽ ടൊയോട്ട കാർ എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. ഓക്കെ, ഞാൻ അതിന് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത് സെപ്പറേറ്റ്ലി ആണ്. അതുപോലെ തന്നെ എനിക്ക് കേരളത്തിൽ മാരുതി സുസുക്കി എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. ഓക്കെ, ഈ രണ്ട് ബിസിനസ് സ്ഥാപനം മാരുതി സുസുക്കി ഞാൻ എടുത്തേക്കുന്ന GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേറൊരു പാൻ കാർഡ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ്. അപ്പോൾ ടൊയോട്ട കാറിനും അതുപോലെ തന്നെ എന്താണ് മാരുതി സുസുക്കി കാർ എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനികൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ GST രജിസ്ട്രേഷൻ കിട്ടിയേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കിട്ടിയേക്കുന്ന യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ പാൻ കാർഡ് അക്കൗണ്ട് എന്ന് പറയുന്നതും രണ്ട് കമ്പനിയുടെയും ഡിഫറൻ്റ് ആണ്. ഈ രണ്ട് കമ്പനികളും കൂടിച്ചേർന്ന് ഒന്നായി മാറുന്നു. അപ്പോൾ ഈ രണ്ട് കമ്പനിയുടെയും ഭരണഘടനയെ തന്നെ അതുപോലെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്താണ് വ്യത്യാസം വരുന്നത്? ഈ രണ്ട് കമ്പനീസും കൂടിച്ചേർന്ന് എന്താണ് ടൊയോട്ട മാരുതി എന്ന് പറയുന്ന ഒരു കമ്പനി പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നു അല്ലേ? അതിനുശേഷം ഒരു പുതിയൊരു പാൻ കാർഡ് അക്കൗണ്ട് നമ്പറിലായിരിക്കും ഇവരെന്തെടുക്കുന്നത്? ഇവരുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ GSTയുടെ അകത്ത് ഇവർ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ നിലവിൽ GST രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇവരുടെ ആ GST രജിസ്ട്രേഷൻ എന്താകപ്പെടും? ഇവർ കൂടി ചേരുമ്പോൾ ഇത് ക്യാൻസലായി പോകും. അതിനുശേഷം ഇവർക്ക് ഈ രണ്ട് കമ്പനിക്കും രണ്ട് സെപ്പറേറ്റ് ആയ പാൻ കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാൻ കാർഡ് വഴിയാണ് ഇവർക്ക് പഴയ GSTയുടെ അകത്ത് ഇവരെ GST രജിസ്റ്റർ ചെയ്തപ്പോൾ രജിസ്ട്രേഷൻ ലഭിച്ചത്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന ഒരൊറ്റ കമ്പനിയായി മാറുമ്പോൾ ഇവരുടെ ഭരണഘടന തന്നെ മാറി. അതുപോലെ തന്നെ ഇവരുടെ പാൻ കാർഡ് അക്കൗണ്ട് നമ്പർ മാറി. ഇവരെന്ത് ചെയ്യണം? പുതിയ രീതിയിൽ വേണം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ. അന്നേരം ഇവർ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ ഈ രീതിയിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ പഴയ GST രജിസ്ട്രേഷനിൽ നിന്നും പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവരവരുടെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരും അവരുടെ രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഫോം രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്നത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യമാണ്, എനി ചേഞ്ചസ് ഇൻ ദി മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഷാൽ ബി ക്യാരി ഔട്ട് ഓൺലി ആഫ്റ്റർ ഓൺലൈൻ വെരിഫിക്കേഷൻ ആസ് പ്രൊവൈഡ് ഇൻ അണ്ടർ റൂൾ 8. അതായത് ഇനി ഒരു ബിസിനസ്സുകാരൻ അയാളുടെ GST രജിസ്ട്രേഷൻ എടുത്തപ്പോൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലോ ആണോ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് റൂൾ 8 പ്രകാരം എന്താണ് ഇദ്ദേഹത്തിന് പുതിയ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ എന്താണ് പുതിയ മൊബൈൽ നമ്പറും കൊടുക്കാം. ഈ പഴയതിൽ നിന്നും വ്യത്യസ്തമായി GST രജിസ്ട്രേഷൻ GST രജിസ്ട്രേഷൻ എടുത്ത സമയത്തെ മൊബൈൽ നമ്പറിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് ഇമെയിൽ അഡ്രസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ ഫോൺ നമ്പറോ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സോ ആഡ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സെക്ഷൻ 29 പ്രകാരം ക്യാൻസലായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ അതോറിറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. പക്ഷേ ഈ മാറ്റം അംഗീകരിക്കണമെങ്കിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും വാലിഡാണെന്ന് ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി അത് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഇത് ഇദ്ദേഹത്തിൻ്റെ പഴയ ഫോൺ നമ്പറും അതുപോലെ തന്നെ പഴയ ഇമെയിൽ അഡ്രസ്സും മാറി പുതിയ ഇമെയിൽ അഡ്രസ്സും പുതിയ ഫോൺ നമ്പറും ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ഡാറ്റയിൽ ആഡായിട്ട് വരികയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ റൂൾ 8 പ്രകാരമാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേർ ദ പ്രോപ്പർ ഓഫീസർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദ അമെൻമെൻറ്റ് ഈസ് ഐദർ നോട്ട് വാറന്റഡ് ഓർ
the document is furnished are incomplete or incorrect, he may serve a notice to the registered person within period of 15 working days from the date of the receipt of the application. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ മാറി പുതിയ വിവരങ്ങൾ വേണം, നിലവിലത്തെ രജിസ്ട്രേഷൻ അമെൻമെൻറ്റ് ചെയ്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഫോം ഈ ജി എസ് ടി രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നു, ഫോം GST 14 പ്രകാരം. അതിനൊപ്പം തന്നെ എന്താണ്, പുതിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ വിവരങ്ങളുടെയും ഡോക്യുമെൻറ്റ്സും ഇദ്ദേഹം എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. വേണ്ടേ? സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ കൃത്യതയുള്ളതാണോ അല്ലെങ്കിൽ കൃത്യത ഇല്ലാത്തതാണോ എന്ന് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർ പരിശോധിച്ചതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ പരിശോധിച്ചതിന് ശേഷം എന്താണ്, ഈ തന്നിരിക്കുന്ന വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താണ് മിസ്മാച്ച്മെൻറ്റോ, ഇയാൾ തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇൻകറക്റ്റോ ഒക്കെ ആണെങ്കിൽ എന്താണ് 15 ഡേയ്സിനുള്ളിൽ ഏത് ബിസിനസ്സുകാരനാണോ ഈ പഴയ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഉള്ള വിവരങ്ങളിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകി ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ അമെൻമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ കൃത്യമായിട്ടും അറിയിച്ചിട്ടുണ്ടാകണം. താങ്കൾ നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെയുള്ള വിവരങ്ങൾ എന്താണ് ഇൻകറക്റ്റ് ആണ്, താങ്കൾ എന്താണ് പുതിയ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതായത് പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ താങ്കൾ എന്താണ് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചു കൊടുക്കണം. എന്നാണോ ഈ GST രജിസ്ട്രേഷൻ്റെ അകത്ത് അമെൻമെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ നോട്ടീസ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ അതോറിറ്റി ഇയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് furnished reply to the notice to show cause within period of 7 working days. അതായത് നമ്മുടെ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഇദ്ദേഹം നമ്മുടെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തി. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഷാൽ ഫർണിഷ് റിപ്ലൈ ടു ദി നോട്ടീസ് ടു ഷോ കോസ് ഓഫ് വിത്തിൻ പീരീഡ് ഓഫ് 7 വർക്കിംഗ് ഡേയ്സ്. അതായത് നമ്മുടെ GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് താങ്കൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങളൊക്കെ തെറ്റാണ്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും ഈ രജിസ്ട്രേഷൻ പുതുക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിന് 7 ഡേയ്സിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, റിപ്ലൈ കൊടുത്തിട്ടുണ്ടാകണം. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇദ്ദേഹം ഈ റിപ്ലൈയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി നോട്ട് സാറ്റിസ്ഫാക്ടറി വേർ നോ റിപ്ലൈ ഈസ് ഫർണിഷ്ഡ് വിത്തിൻ ദ പീരീഡ് ഓഫ് prescribed the proper officer shall reject the application and pass an order form GST registration 05. Okay. ഇനി ഈ GST രജിസ്ട്രേഷൻ അമെൻമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി രജിസ്ട്രേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി നൽകിയിരിക്കുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഈ പ്രോപ്പർ ഓഫീസർ പരിശോധിക്കുകയും അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി പരിശോധിക്കുകയും ഇദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങൾ വീണ്ടും തെറ്റെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്, നമ്മുടെ ഈ പ്രോപ്പർ അതോറിറ്റിക്കുണ്ട്. ഇദ്ദേഹം ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഫാൾട്ടാന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, അതിനെതിരെ ഒരു ഓർഡർ പാസ്സാക്കും. ആ ഓർഡറിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 05 എന്ന് പറയുന്നത്. താങ്കൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്താണ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് വിവരങ്ങൾ മാറ്റിക്കൊണ്ട് പുതിയൊരു അമെൻമെൻറ്റ് വഴി പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യൽ നടക്കുകയില്ല, അല്ലെങ്കിൽ താങ്കളുടെ രജിസ്ട്രേഷനിൽ പുതിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുകയില്ല. കാരണം താങ്കൾ നൽകിയിരിക്കുന്ന പുതിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ എന്താണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കി ഇദ്ദേഹത്തിന് അയക്കുന്നു. ആ ഓർഡറിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 05 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, if the proper officer fails to take any action within period of 15 working days from the date of submission of the application within the period of 7 working days from the date of the receipt of the reply to the notice to show causes, that certificate of registration shall stand amendment to the extent applied for. The amendment certificate shall be made available to the registered person on the common. പോകുന്ന രീതിയിൽ ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ GST രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന സമയത്തുള്ള വിവരങ്ങൾ അതിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോപ്പർ ഓഫീസറുടെ മുമ്പിൽ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ GST രജിസ്ട്രേഷൻ നൽകുന്ന പർട്ടിക്കുലർ അതോറിറ്റി 15 ദിവസത്തിനുള്ളിൽ എന്താണ് ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സും കൃത്യതയുള്ളതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം
എന്താണ് ഒന്നുകിൽ ഇത് അക്സെപ്റ്റ് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ അമെൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കും. അല്ല എങ്കിൽ എന്താണ്, ഇദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ് എങ്കിൽ എന്ത് ചെയ്യും, ഇവർ ഒരു ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി പരിശോധിച്ചിട്ട് ഇദ്ദേഹം നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷൻ ഫോംസും പുതിയ വിവരങ്ങളിലൊക്കെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, ശരിയായ വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ ഇവർക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. അതെന്ന് പറയുന്നത് ഫോം GST രജിസ്ട്രേഷൻ 05 അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്താണ് ഈ രജിസ്റ്റേർഡ് അതോറിറ്റി GST രജിസ്ട്രേഷൻ നൽകുന്ന രജിസ്റ്റേർഡ് അതോറിറ്റി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി 7 ദിവസത്തിൽ എന്ത് ചെയ്യണം, ഇദ്ദേഹം അതിന് റിപ്ലൈ കൊടുക്കുകയും അതുപോലെ തന്നെ കൃത്യതയോടുകൂടി വിവരങ്ങൾ ഈ 7 ദിവസത്തിനുള്ളിൽ എന്താണ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ ഈ GST രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി ഈ അതോറിറ്റിയുടെ മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റേർഡ് അതോറിറ്റി പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, മൊത്തം ഇദ്ദേഹം ഈ രജിസ്ട്രേഷൻ അതോറിറ്റി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട 15 ഡേയ്സ് കാലഘട്ടവും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ട കാലഘട്ടം 7 ഡേയ്സ് റിജക്ഷൻ ഉണ്ടാകേണ്ട കാലഘട്ടമാണ് 15 ഡേയ്സ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാലഘട്ടം, അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യേണ്ട 15 വർക്കിംഗ് ഡേയ്സ് കാലഘട്ടവും. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, ഇത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കേണ്ട വ്യക്തി മറുപടി കൊടുക്കേണ്ട 7 ഡേയ്സ് കാലഘട്ടവും. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 21 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും നമ്മുടെ പ്രോപ്പർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലും അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ട അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും ഒരു കൃത്യമായ ഒരു നടപടി ഇല്ല എങ്കിൽ 21 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിൻ്റെ അമെൻമെൻറ്റ് പുതുക്കപ്പെടുകയും. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. അതായത് GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ GST രജിസ്ട്രേഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ GST ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലൗസ് ആണ് സെക്ഷൻ 29 അഥവാ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാം. രണ്ട് രീതിയിലാണ് നോർമലി ഒരു ബിസിനസ്സുകാരൻ അയാളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. ഒന്ന്, സ്വമേധയാ അയാൾ പറയുന്നു എൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ അതോറിറ്റി നിയമപ്രകാരം തന്നെ GST രജിസ്ട്രേഷൻ ഉള്ള ബിസിനസ്സുകാരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസും വഴിയാണ് ഒരു ബിസിനസ്സുകാരൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ കാര്യം പഠിക്കാം. സ്വമേധയാ ഒരു ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് അയാളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതായത് ദ പ്രോപ്പർ ഓഫീസർ മേ ഐദർ ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ ദ രജിസ്റ്റർഡ് പേഴ്സൺ or by his legal heirs in case of death of such person, cancel of registration in the following cases. The business has been discontinued, transferred fully for any reason including death of the proprietor, amalgamated with other legal entity, demerged or otherwise disposed, or there is any changes of constitution of the business. The taxable person is no longer liable to be registered under section 22-24. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാരൻ സ്വന്തം കാരണം കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസലാക്കുന്നു. അതെന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ലീഗലി ഒരു ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതോറിറ്റിക്ക് ഫയൽ ചെയ്യുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കുന്നു. ഇനി അതല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം മറ്റേതെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം നിർത്തുകയല്ല, വേറെ ഏതെങ്കിലും ബിസിനസ്സുകാരന് വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ലയിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ
ക്യാൻസലായി പോകുന്നു. ഓക്കെ, രജിസ്ട്രേഷൻ ക്യാൻസലാക്കേണ്ടതുണ്ട്. അതിനുശേഷം വേണം എന്ത്, പുതിയ ബിസിനസ്സുകാരനുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ പുതിയ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാൻ. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ബിസിനസ് സ്ഥാപനം പുതിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ ലയിക്കുകയോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം ഏറ്റെടുക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് സ്വമേധയാ GST അകത്ത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ആ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ മരിച്ചു പോകുന്നത് മൂലമോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സ്വമേധയാ ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പ്രൊപ്പറേറ്ററുടെ മരണം വഴി എന്താണ് ആ ബിസിനസ്സിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അത് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പറേറ്ററുമായി റിലേറ്റീവ് ചെയ്തിരിക്കുന്ന പാർട്ടീസിന് സ്വമേധയാ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെയർ ഇസ് എനി ചേഞ്ചസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്, അതായത് ബിസിനസ്സിൻ്റെ അധികാരം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭരണഘടനാ ഭേദഗതി മാറുന്ന സന്ദർഭത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിൽ ലയിച്ചു. അപ്പോൾ നിലവിൽ എനിക്കുണ്ടായിരുന്ന GST, ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബിസിനസ് സ്ഥാപനം കേരളത്തിലാണ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബിസിനസ് സ്ഥാപനം തമിഴ്നാട്ടിലെ ഒരു ബിസിനസ് സ്ഥാപനവുമായി കൂടിച്ചേർന്ന് ഒരൊറ്റ ബിസിനസ് സ്ഥാപനമായിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ എൻ്റെ കേരളത്തിലെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഭരണഘടന മൊത്തത്തിൽ അങ്ങ് മാറി മറിഞ്ഞു ഇല്ലേ. അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കിക്കൊണ്ട് വേണം എന്താ പുതിയ ബിസിനസ് സ്ഥാപനമായി ചേർന്ന് ഒന്നുകിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവൽ മാറുന്ന സന്ദർഭത്തിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് സ്വമേധയാ GST രജിസ്ട്രേഷൻ ക്യാൻസലേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, the taxed person no longer liable to be registered under section 22 or section 24. നമുക്കറിയാം സെക്ഷൻ 22 എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഞാൻ എന്തെടുത്തു, ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ താഴെയാണെങ്കിലോ, അതായത് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് കൂടുതലായിരുന്നു, താഴെ വന്നു കഴിഞ്ഞാലോ എനിക്ക് വേണമെങ്കിൽ GSTയിൽ നിന്നും എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ 24, അതറിയാലോ, ഞാൻ അത് GST രജിസ്ട്രേഷൻ എടുക്കുന്നത് സെക്ഷൻ 24 അനുസരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ബിസിനസ്സുകാരെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടവരാണ് സെക്ഷൻ 24 വരുന്നത്. അതായത് കാഷ്വൽ ടാക്സ് പേഴ്സ്, ഇൻഡസ്ട്രീസ് ട്രേഡ് നടത്തുന്നവർ, ഇമ്പോർട്ട് ഗുഡ്സ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്റ് മീഡിയം വഴി അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർ, ഈ രീതിയിലുള്ള ബിസിനസ്സുകാരൊക്കെയാണ് എന്താ സെക്ഷൻ 24 അനുസരിച്ച് കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകാർ അവരുടെ ഈ രീതിയിലുള്ള ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് ഒക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവർ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്ന ഗവൺമെൻറ് പറഞ്ഞതിനേക്കാൾ താഴെയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണമെങ്കിൽ സ്വമേധയാ അവരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബിസിനസ്സുകാരന് GST രജിസ്ട്രേഷൻ ഉണ്ട്, എന്നാൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഈ GST രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന അതോറിറ്റിയാണ്, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന അതോറിറ്റി കണ്ടെത്തുകയാണ് ഇനി ഇയാൾക്ക് ഈ ബിസിനസ്സുകാരന് GSTയിൽ രജിസ്ട്രേഷൻ തുടരുവാൻ അധികാരമില്ലെന്ന് കണ്ടെത്തുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ രീതിയിലുള്ള ബിസിനസ്സുകാരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുമെന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ദ രജിസ്ട്രേഷൻ പേഴ്സൺ ഹാസ് ബി കോൺട്രവെൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് ഓർ ദ റൂൾസ്. ഓക്കെ, അതായത് GSTയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊവിഷൻസും ഒക്കെ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10 ഹാസ് നോട്ട് ഫർണിഷ്ഡ് റിട്ടേൺ. ഓക്കെ, അതായത് നമ്മുടെ GSTയിൽ അറിയാലോ, നമ്മുടെ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് രണ്ട് രീതിയിലുള്ള ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എന്താണ്, കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിയാണെങ്കിൽ ക്വാർട്ടേർലി അയാളുടെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് റിട്ടേൺസ് GSTR 4 അതുപോലെ തന്നെ എന്താണ് ആനുവൽ റിട്ടേണും GSTR 9A സബ്മിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാകണം ക്വാർട്ടേർലി. അങ്ങനെ മൊത്തം ഒരു കൊല്ലം 5 റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇനി റെഗുലർ ബിസിനസ്സുകാരാണെങ്കിൽ അവർ മന്ത്ലി ആയിരിക്കണം GSTയുടെ അകത്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. എങ്ങനെയാണ്, അവർ
പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2, സെയിൽസ് ടാക്സ് റിപ്പോർട്ട്, GSTR 1, അതുപോലെ തന്നെ GSTR സമ്മർ റിപ്പോർട്ട്, GSTR 3B, ഇതുപോലെ തന്നെ എന്താണ് ഇവരുടെ ആനുവൽ ടാക്സ് റിപ്പോർട്ട് GSTR 9, ഇത് അടക്കം ഇങ്ങനെ മന്ത്ലി മൊത്തം 36 ടാക്സ് റിട്ടേണും ആനുവൽ റിപ്പോർട്ട് 9Aയും അടക്കം എല്ലാ മാസവും എല്ലാ കൊല്ലവും ഇവരെന്ത് ചെയ്യണം, ഇങ്ങനെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓരോ ടാക്സ് കളക്ഷൻ, ടാക്സ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ടാക്സ് റിട്ടേണും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് കൃത്യമായി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ടും ഉണ്ടാകണം. എന്നാൽ ഈ രീതിയിൽ ടാക്സ് അടയ്ക്കാത്ത ബിസിനസ്സുകാരുടെ രജിസ്ട്രേഷൻ GST രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് സ്വമേധയാ ക്യാൻസലാക്കി കളയാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, any registered person other than the composite taxpayer has not furnished a return for a continuous പീരീഡ് ഓഫ് 6 months. അതായത് നമ്മൾ പറഞ്ഞു GST നമ്മുടെ കോമ്പോസിറ്റ് ടാക്സ് അല്ലാതെ കോമ്പോസിറ്റ് സ്കീം രജിസ്റ്റർ ചെയ്യാത്ത ബിസിനസ്സുകാരുണ്ട്. സെക്ഷൻ 24 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ, അതായത് കാഷ്വൽ ടാക്സ് പേഴ്സൺസ്, അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആ രീതിയിലുള്ള ബിസിനസ്സുകാർക്കൊക്കെ GST രജിസ്ട്രേഷൻ എടുത്തു എന്നിട്ട് 6 മാസമായിട്ടും വരുമാനമില്ല എങ്കിൽ അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിലുള്ള ബിസിനസ്സുകാരുടെ GST റിട്ടേൺ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതോറിറ്റിക്ക് ക്യാൻസൽ ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി എനി പേഴ്സൺ ഹു ഹാസ് taken the voluntary registration section 25 clause 3 has not commenced a business within 6 months from the date of registration, or the registration has been obtained means fraud or willful misstatement or supersession of fact. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് അയാൾ ബിസിനസ്സിലേക്ക് ഒന്നും വന്നില്ല, അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചുമ്മാ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തു, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യുന്നില്ല, അയാൾക്ക് വരുമാനമൊന്നുമില്ലല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അയാൾ ചുമ്മാ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്ത് വെച്ചോളൂ, ടാക്സ് റിട്ടേൺ ഒന്നും ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ടാക്സ് ഒന്നും ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നില്ല. ഈ സന്ദർഭത്തിൽ വേണമെങ്കിൽ ഇയാളുടെ രജിസ്ട്രേഷൻ വേണമെങ്കിലല്ല GST രജിസ്ട്രേഷൻ വേണമെങ്കിൽ നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർക്ക് ക്യാൻസൽ ചെയ്ത് കളയാമെന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഒരു ബിസിനസ്സുകാരന് തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തു, ഇത് കണ്ടെത്തി കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർക്കും അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന അതോറിറ്റിക്കും എന്ത് ക്യാൻസൽ ചെയ്യാം, അയാളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് GSTയുടെ അകത്ത് 2 രീതിയിലാണ് ക്യാൻസലേഷൻ പ്രോസസ്സ് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെടുന്നത്. ക്യാൻസലേഷൻ അണ്ടർ സെക്ഷൻ റൂൾ 21 പ്രകാരവും ക്യാൻസൽ അണ്ടർ സെക്ഷൻ റൂൾ 20 പ്രകാരവും. ഈ 2 രീതിയിലാണ് GSTയുടെ അകത്ത് ഒരു ബിസിനസ്സുകാരൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പഠിക്കാൻ പോകുന്നത് ക്യാൻസലേഷൻ അണ്ടർ റൂൾ 21. ദ രജിസ്ട്രേഷൻ ഈസ് ലയബിൾ ടു ബി ക്യാൻസൽഡ് അണ്ടർ റൂൾ 21 ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്യാൻസലേഷൻ അണ്ടർ റൂൾ 21 പ്രകാരം ക്യാൻസൽ ആകുന്ന താഴെ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിലാണ്. ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഡസ് നോട്ട് കണ്ടക്ട് എനി ബിസിനസ് ഫ്രം ദ ഡിക്ലെയർഡ് പ്ലേസ് ഓർ, അതായത് ഞാനിപ്പോൾ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക. ഓക്കെ, ഞാൻ കേരളത്തിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് GSTയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും അയാളുടെ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേക്കുന്നെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും റൂൾ 21 പ്രകാരം. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ബിസിനസ്സുകാരനാണ്, കേരളത്തിലാണ് എൻ്റെ GST രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത്, എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കൊടുത്തേക്കുന്നത് കേരളമാണ്, പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഈ GST രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബിൽ വിത്തൗട്ട് സപ്ലൈയിങ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഓക്കെ, അതായത് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കേരളത്തിൻ്റെ അകത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കൊടുത്തേക്കുന്നത് കേരളം തന്നെയാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം സങ്കല്പിക്കുക. നിങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സ് വന്ന് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സ് വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് എനിക്ക് പൈസയും തന്നു, ടാക്സും തന്നു. ഞാൻ ഇവർക്ക് എന്താണ് ബില്ലും കൊടുത്തു, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇവരെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് കളക്ട് ചെയ്തു, പക്ഷേ ഇവർക്ക് എന്ത് ചെയ്തില്ല, ഇവർക്ക് ഗുഡ്സോ സർവീസോ ട്രേഡ് ചെയ്തില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോകും. ഓക്കെ, ടാക്സ് ബിൽ ഇഷ്യൂ ചെയ്തിട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എന്താണ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ GST രജിസ്ട്രേഷൻ അതോറിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ GST രജിസ്ട്രേഷൻ എന്തായി പോകും, ക്യാൻസലായി പോകുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് വയോലേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 171 ഓഫ് ദ ആക്ട് ഓർ ദ റൂൾസ് മേഡ് ദർ അണ്ടർ. ഓക്കെ, അതായത് നമ്മുടെ സെക്ഷൻ 171 പ്രകാരമുള്ള നിയമങ്ങൾ, GSTയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ തെറ്റിക്കുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയാമെന്നാണ് പറഞ്ഞു വരുന്നത്.
ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ റൂൾ 21 പ്രകാരം നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാകണം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി ആ ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ദ രജിസ്ട്രേഷൻ ഷാൾ നോട്ട് ബി ക്യാൻസൽഡ് വിത്തൗട്ട് ഗിവിംഗ് ദ പേഴ്സൺ ആൻഡ് ഓപ്പർച്യൂണിറ്റി ബീങ് ഹെഡ്. അതായത് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിലായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇദ്ദേഹം എന്താണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ടുണ്ടാകും, പക്ഷേ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടാകില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി ചോദിക്കുകയും അതിന് മറുപടി നൽകാനുള്ള ഒരു അവസരം ഈ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സുകാരന് നൽകപ്പെടുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ട ബിസിനസ്സുകാരൻ്റെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ന്യായമില്ലെന്ന് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയുകയുള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഷാൾ നോട്ട് അഫക്ട് ദ ലയബിലിറ്റീസ് ഓഫ് പേഴ്സൺ ടു പേ ടാക്സ് ആൻഡ് അതർ duties under Act or to discharge any legal obligation for any period before after the cancellation of registration. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ എടുത്ത് ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ ക്യാൻസലാക്കി കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് കുടിശ്ശികയും അതുപോലെ തന്നെ എന്താണ് പെനാൽറ്റിയും അതുപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കി കളഞ്ഞു എന്നല്ല, അയാൾ ഇനി അടയ്ക്കേണ്ട എന്നല്ല ഗവൺമെൻറ് പറഞ്ഞു വരുന്നത്. ഗവൺമെൻറ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരുന്ന ടാക്സ് ബെനിഫിറ്റ്, ടാക്സ് ഡിസ്കൗണ്ട് മുതലായ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഗവൺമെൻറ്റിന് തരാനുള്ള ടാക്സ് കുടിശ്ശികയും ടാക്സ് ലയബിലിറ്റിയും മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, തീർച്ചയായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതിനു ശേഷവും മസ്റ്റായിട്ടും പേ ചെയ്തിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ എസ് ജി എസ് ടി ആക്ട് ഓർ ദ യു ടി ജി എസ് ടി ആക്ട് ഷാൽ ബി ഡീംഡ് ടു ബി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സി ജി എസ് ടി ആക്ട് ഓൾസോ. അതായത് ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം ഈ ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുകയാണെങ്കിൽ അത് എല്ലാ ആക്ട് പ്രകാരവും അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അടുത്തൊരു സന്ദർഭമാണ്, ഇൻ ദ കേസ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ പേ ആൻ എമൗണ്ട് ഈക്വലന്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് in respect of stock or capital goods at the time of cancellation. If the output tax payable on such goods is higher, he will be liable to pay the same. അതായത് അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. ഞാൻ ഇപ്പോൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്വമേധയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻകം ടാക്സ് അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓഫീസിൽ പറഞ്ഞിട്ടാകാം എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും രീതിയിൽ ടാക്സ് അഡ്വാൻസായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതേ സെയിം കാര്യത്തിന് തന്നെ ഞാൻ അതേ സെയിം പർച്ചേസ് ചെയ്ത ഗുഡ്സ് കസ്റ്റമേഴ്സിന് ട്രേഡ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് കൂടുതലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കുറവാണ് എങ്കിൽ ഞാൻ ഇത് തമ്മിൽ ക്ലെയിം ചെയ്തിട്ട് ഞാൻ അടച്ചേക്കുന്ന ടാക്സും ഞാൻ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് തമ്മിൽ ക്ലെയിം ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കൂടുതൽ, എൻ്റെ ഇൻപുട്ട് ടാക്സ് ആണ് കൂടുതലെങ്കിൽ അതെന്ത് ചെയ്യും, ഗവൺമെൻറ് എനിക്ക് തിരിച്ചു തരും. ഇനി അതല്ല, ഞാൻ നേരെ തിരിച്ച് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് കുറവും കസ്റ്റമേഴ്സിന് ഗുഡ്സ് ട്രേഡ് ഇതുവഴി അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലുമാണെങ്കിൽ എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കുറവും ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലുമാണെങ്കിൽ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോയാൽ ഞാൻ എന്ത് ചെയ്യണം, അത് മസ്റ്റായിട്ടും ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ഓഫ് മെഷീനറി the taxable person shall pay an amount equal to the input tax credit taken on them, reduced by such percentage points as may be prescribed, or the tax on the transaction value of such capital goods or plant and machinery under section 15, whichever is higher the prescribed percentage point 5% per quarter. ഓക്കെ. അതായത് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഞാനൊരു ജി എസ് ടിയുടെ അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം. ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എനിക്ക് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തത് വഴി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അസറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് വഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഗുഡ്സോ സർവീസോ ട്രേഡ് ചെയ്യുന്നത് വഴി ഞാൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും ഞാൻ ഈ ക്യാപിറ്റൽ ഗുഡ്സിന് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് തമ്മിൽ ക്ലെയിം ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. അതൊരു ഒറ്റ കൊല്ലം കൊണ്ട് അടച്ചേക്കുന്നത്. ആ ഇൻപുട്ട് ടാക്സ് ആയിട്ട് ഞാൻ അടച്ചു വെച്ചേക്കുന്ന 1 ലക്ഷം രൂപയിൽ നിന്നും 3 മാസം കൂടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തരാനുള്ള പൈസ 5% വെച്ച് കുറയുമെന്നാണ് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, 1 ലക്ഷം രൂപ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് വഴി ഇൻപുട്ട് ടാക്സ് ആയിട്ട് അടച്ചു വെച്ചു 1 ലക്ഷം രൂപ. അതിൻ്റെ 3 മാസം, അത് എന്നാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്നത് അന്ന് തൊട്ട് 3 മാസം കഴിയുമ്പോൾ ഗവൺമെൻറ് എനിക്ക് 1 ലക്ഷം രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ അടച്ചു വെച്ച് എനിക്ക് തരേണ്ടതല്ലേ 1 ലക്ഷം രൂപ, അതിൻ്റെ 5% കുറയും 3 മാസം കഴിയുമ്പോൾ ക്ലെയിം ചെയ്തെടുത്തില്ല എങ്കിൽ. അതായത് 1 ലക്ഷം രൂപയുടെ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് വഴി അടച്ചു വെച്ചേക്കുന്ന 1 ലക്ഷം രൂപ, അതിൻ്റെ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപ കുറയും 3 മാസം കഴിയുമ്പോൾ. ഗവൺമെൻറ് 3 മാസം കഴിയുമ്പോഴാണ് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടി ഇത് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ബാക്കി എത്ര എനിക്ക് കിട്ടുള്ളൂ? 95,000 രൂപ കിട്ടുള്ളൂ. വീണ്ടും ഒരു കാർട്ടറോടെ കഴിയുമ്പോൾ, അതായത് 6 മാസം കഴിയുമ്പോഴാണെങ്കിലോ വീണ്ടും ഒരു 5% കുറയും. അതായത് 95,000 രൂപയുടെ 5%. എത്രയായിരിക്കും അപ്പോൾ? അതിൻ്റെ 5% എത്രയോ അത് കുറച്ചിട്ടുള്ള റിമൈനിങ് ബാലൻസ് എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഈ രീതിയിലാണ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ 20. അതായത് GSTയുടെ അകത്ത് ഏത് ബിസിനസ്സുകാരനാണ് അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ബിസിനസ്സുകാരൻ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ മുഖേന അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫോർവേഡ് ചെയ്യണം. GST രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന ആ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ റൈറ്റുള്ള അതോറിറ്റിക്ക്. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 16 എന്ന് പറയുന്നത്. എന്നാൽ TDS ഓർ TCS രീതിയിൽ TDS കളക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യുന്നതായിട്ടോ, അതായത് ടാക്സ് ഡിഡക്റ്റ് അറ്റ് സോഴ്സ്, അതുപോലെ തന്നെ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന രീതിയിൽ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ TDS അതാരൊക്കെയാണ്? ഈ നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ രീതിയിൽ TDSൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ റൂൾ 12 പ്രകാരം, അതുപോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഈ TCS എന്ന് പറയുന്ന സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ആ രീതിയിലുള്ള ബിസിനസ്സുകാരൊക്കെ അവരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമല്ല പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരും പൂരിപ്പിച്ച് ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോമാണ് ഫോം GST രജിസ്ട്രേഷൻ 16 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര രീതിയിലുള്ള ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ അസറ്റ് എത്രയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ബാലൻസ് എത്ര, അതുപോലെ തന്നെ അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വിശദാംശ രേഖകൾ, അതുപോലെ തന്നെ ഇയാൾ ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാണ്ട്, ഈ മുതലായ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഈ ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്ത് ചെയ്യണം? ഇദ്ദേഹം ഈ ക്യാൻസലേഷൻ ഇവൻറ്റ് സംഭവിക്കുന്ന 13 ഡേയ്സിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റിക്ക് ഓൺലൈൻ മുഖേനയോ അല്ല എങ്കിൽ നേരിട്ടോ ഹാജരാക്കി നൽകേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ന്യൂ രജിസ്ട്രേഷൻസ് വേണം. ആ രീതിയിലുള്ള ബിസിനസ്സുകാർ 1 കൊല്ലമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഉള്ള ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്.